തന്നെ കാര്യമായിട്ട് അവിടുത്തെ പ്രശ്നം ഇതാണ്. നെല്ല് കൊയ്യാൻ സമ്മതിക്കില്ല. കൊയ്താൽ അമ്പലത്തിൽ വെക്കണം. രാവിലെ ഒരു കറ്റെടുത്ത് ഫസ്റ്റ് കൊയ്യുന്ന കറ്റെടുത്തിട്ട് അമ്പലത്തിൽ വെക്കണം. ഭഗവതി കൊടുക്കണം. അല്ലെങ്കിൽ കറ്റെടുത്ത് പോകാനായാലും. നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ നമ്മൾ സമയം അനുകൂലമാണോ എന്ന് നോക്കാൻ വേണ്ടി ജ്യോത്സ്യരെ സമീപിക്കും. എന്നിട്ട് കബഡി നിരത്തി നമ്മൾ ആ പ്രശ്നം വെച്ചിട്ട് നമുക്ക് സമയം അനുകൂലമാണോ എന്ന് നോക്കിക്കാറുണ്ട്. അതിനുശേഷവും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ റിസൾട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തോട് വിരക്തി തോന്നും. അത്തരം സമയങ്ങളിൽ നിങ്ങൾ വിരക്തി തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ക്ഷേത്രമുണ്ട്. അത് എവിടെയാണെന്നല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതാണ് ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലെ എരവട്ടൂരിലാണ് ഈ ക്ഷേത്രം. നമ്മുടെ ഉള്ളിലുള്ള പ്രയാസം നമ്മൾ ഭഗവതിയമ്മോട് വന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ജെനുവിനാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സെൻറ്റംസ് നമ്മുടെ മനസ്സിനെ അറിയിക്കും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പയങ്കുളം പാടശേഖരം ക്ഷേത്രത്തിലേക്കുള്ള പുത്തരിക്കൊടുക്കയുടെ നെല്ല് ലഭിക്കുന്നത് ഈ പരിസരത്ത് കൃഷി ചെയ്യുന്ന നെൽകൃഷിയിൽ ആദ്യത്തെ കറ്റ കൊയ്താണ്. അത് മാറ്റിവെക്കാൻ മറന്നുപോയാൽ നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന കറ്റയ്ക്കകത്ത് പാമ്പുണ്ടാകുമെന്നുള്ളത് ഈ പ്രദേശത്തെ മറ്റു മതസ്ഥരായ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ഫസ്റ്റ് നെല്ല് കൊയ്യുമ്പോൾ ഒരു കറ്റ പയങ്കുളം ഭഗവതിയിലേക്ക് വെക്കുക. എന്നാലേ കറ്റ കൊണ്ടുപോകാൻ സമ്മതിക്കും, അല്ലെങ്കിൽ പാമ്പായിരിക്കും. അനുഭവങ്ങളല്ലേ നമ്മൾ പറയണ്ടേ പണ്ടത്തെ. തന്നെ കാര്യമായിട്ട് അവിടുത്തെ പ്രശ്നം ഇതാണ്. നെല്ല് കൊയ്യാൻ സമ്മതിക്കില്ല. കൊയ്താൽ അമ്പലത്തിൽ വെക്കണം. രാവിലെ ഒരു കറ്റെടുത്ത് ഫസ്റ്റ് കൊയ്യുന്ന കറ്റെടുത്തിട്ട് അമ്പലത്തിൽ വെക്കണം. ഭഗവതി കൊടുക്കണം. അല്ലെങ്കിൽ കറ്റെടുത്ത് പോകാനായാലും മരിക്കാൻ സമ്മതിക്കില്ല. പാമ്പിൻ്റെ ശല്യമായിരിക്കും. ഇപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുന്ന ആളിനോട് ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. ശ്രീ പൈങ്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം വരുന്നത് മീനമാസത്തിലെ പൂരം നക്ഷത്രം കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത ദിവസമാണ് ഉത്സവം നടത്താറ്. മേടമാസത്തിലെ പുണർത നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ കർമ്മം നടക്കുക. അത് കഴിഞ്ഞുള്ള കർക്കിടക മാസത്തിൽ രാമായണം വായനയും അതിനുശേഷം വരുന്ന ഓണത്തിൻ്റെ വിശേഷാൽ പൂജയും അത് കഴിഞ്ഞിട്ട് നവമി ആഘോഷവും പിന്നെ തുടർന്ന് മണ്ഡലകാലം വരുന്നുണ്ട്. 41 ദിവസവും രാവിലെയും വൈകിട്ടും തുറന്ന് പിന്നെ നിവേദ്യ സമർപ്പണവും ദീപം തെളിയിക്കലും ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് പുത്തരിക്കൊടുക്ക വരുന്നത്. മകരമാസത്തിൽ പുത്തരിക്കൊടുക്ക ഈ ദേശത്തിലെ ഈ വയലുകളിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യങ്ങൾ ഇവിടെ തന്നെ ഉള്ള ഭക്തജനങ്ങൾ ഇടിച്ച് അവിലാക്കി ഈ ദേവന് സമർപ്പിക്കുന്നതാണ് പുത്തരിക്കൊടുക്ക. ഈ പണ്ട് കാലത്ത് ഈ ക്ഷേത്രത്തിലെ ഈ ചുറ്റുപാടുള്ള വയലുകളിൽ നിന്ന് കിട്ടുന്ന നെല്ല് ഇവിടെ ഒരു കറ്റയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ പാമ്പ് കാണുന്നുണ്ട്. അത് ഇവിടെ പണ്ടേ ഉള്ളതാണ്. നമുക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. പാമ്പ് പിടുത്തക്കാർ വരെ അതിൻ്റെ ട്യൂൾ ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു കറ്റ, അതായത് ഈ നെല്ലിൻ്റെ കെട്ട്, അതിന് കറ്റ എന്ന് പറയും മലബാറിൽ. ആ കറ്റകളിൽ ഒന്നിച്ച് വെച്ച് കെട്ടി നമ്മൾ മുമ്പ് കാലത്ത് അവർ പോയിരുന്നത് 1.5 കിലോമീറ്റർ ദൂരം വരെ ഇത് ചുമടെടുത്ത് നടന്നു കൊണ്ടുപോയിരുന്നു. ആ ദൂരത്ത് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഈ ഭൂ ഉടമകളുടെ വീട്ടിൽ ഈ ചുമട് ഇട്ടതിന് ശേഷം അതിനകത്തുനിന്ന് നല്ല പാമ്പിറങ്ങിപ്പോയാൽ എങ്ങനെയുണ്ടാവും അന്നത്തെ അവസ്ഥ? അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഈ സർക്കിളിലുള്ള മൊത്തം സ്ഥലങ്ങളിൽ മറ്റ് വ്യക്തികളുടേതാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഈ അവകാശം, അതായത് ഒരു കറ്റ നമ്മളവിടെ വെക്കാതെ നമ്മളിതെടുത്ത് ചുമന്നുകൊണ്ട് അഥവാ മറന്നു വെച്ച് പോയാൽ നമ്മൾ ഓർമ്മപ്പെടുത്താനാണ് പാമ്പ് വരുന്നത്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഈ സത്യം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.